MEG 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അണ്ടർ വാട്ട് സർക്യൂംസ്റ്റാൻസസ് വാസ് ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 19th century ഇൻ ഇന്ത്യ? 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കാരണങ്ങളാണ് ചോദിക്കുന്നത്. The introduction of English in India. In the 19th century, the British East India Company introduced English in India as a language for administration. At that time, Persian was the official language, but the British needed a more practical language for governance and commerce. Lord Thomas Babington Macauley's 1835 Minute proposed English as the medium of education, aiming to create a class of Indians who could serve as intermediaries between the British and the Indian population. This class would be Indian in blood and color, but English in taste, in opinions, in morals and in intellect. 19ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ടൈമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ഒന്ന് നോക്കി വയ്ക്കുകയാണ് ട്രേഡിന് വേണ്ടിയിട്ട്. അതേസമയം അവർക്ക് ട്രേഡിനേക്കാട്ടിലും ഉപരിയായിട്ട് ട്രേഡിനായിട്ട് വന്നതിന് ശേഷം അവർക്ക് ഇവിടെ അഡ്മിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അധികാരം അവർക്ക് ഏറ്റെടുക്കാനായിട്ടുള്ള അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ വെൽത്ത് അതുമാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അവർ ഇവിടെ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം എന്ന് പറയുന്നത് ലാംഗ്വേജാണ്, കൾച്ചറാണ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഒന്നുമല്ല, ധാരാളം ലാംഗ്വേജ് അടങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി, മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു രാജ്യമായിരുന്നു ആ സമയത്ത് ഇന്ത്യ. അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഒരു ലാംഗ്വേജ് മീൻസ് നമ്മുടെ ലാംഗ്വേജ് അവർ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കുക, അത് മുഖേന അവർക്കിവിടെ വന്ന് അഡ്മിൻ ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക, അത് നമ്മളുടെ കൺട്രി അവർ ഏറ്റെടുക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ആയിരുന്നു. ഈ സമയത്താണ് പ്രോമിനൻ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ പ്രോമിനൻ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള മാക്യുലെ 1835 അദ്ദേഹം ഒരു മിനിറ്റ് എഴുതുന്നത്. ഓക്കെ, മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയും, അത് അദ്ദേഹം എഴുതുന്നത്. അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൽ പറയുന്ന വേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഇത് എഴുതി കഴിയുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഷുവർ ആൻഡ് സർട്ടൻ വിൽ ഗെറ്റ് ദ മാർക്ക്. മാക്യുലെ 1835 ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഈ ഒരു സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻസ് ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽസ് ആൻഡ് ഇൻ ഇൻ്റലക്റ്റ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നത്തെ സെൻറ്റൻസും ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, aiming to create a class of Indians who could serve as intermediaries between the British and the Indian population. എന്താണ് ഇതിൻ്റെ അർത്ഥം? മാക്യുലെ പറയുകയാണ് ഇന്ത്യൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കണം, പക്ഷേ ഇന്ത്യൻസ് എപ്പോഴും ഇന്ത്യൻസ് തന്നെയായിട്ട് തന്നെ ഇരിക്കും. എങ്ങനെ? ബ്ലഡ് ആൻഡ് കളർ. പക്ഷേ അവർ ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽസ് ആൻഡ് ഇൻ്റലക്ട്സ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരെ പോലെ ചിന്തിക്കുക, ഇംഗ്ലീഷുകാരുടെ എല്ലാ വാല്യൂസും അവർ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പകർത്തിയെടുക്കണം. ആര്? ഇന്ത്യൻസ് ഇംഗ്ലീഷുകാരുടെ വാല്യൂസ് പകർത്തിയെടുക്കുക, ഇംഗ്ലീഷുകാരെ പോലെ ആയി തീരണം എന്ന് ഇവർ മാക്യുലെ വിചാരിച്ചിരുന്നു. ഒരു നല്ലൊരു ഒപ്പീനിയൻ അല്ലായിരുന്നു, മറിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിങ് മൈൻഡിൽ നിന്നും വന്നതാണിത്. കാരണം അദ്ദേഹം അതിന് മുന്നേ പറയുന്ന ഒരു സെൻറ്റൻസിൽ, അതിന് ശേഷം പറയുന്ന സെൻറ്റൻസിൽ ക്ലിയർ ആണ്. എന്താ അല്ല ഈ ഒരു സെൻറ്റൻസിൽ മറ്റേ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നില്ലേ, ആ ഒരു സെൻറ്റൻസിൽ ക്ലിയർ ആണ്. അദ്ദേഹം പറയുന്നത് ജസ്റ്റ് നമ്മളെ ആരായിട്ട് നിൽക്കണം, ഇന്ത്യൻസ് ജസ്റ്റ് ഒരു ഇൻ്റർമീഡിയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസിനെയും ബ്രിട്ടീഷേഴ്സിൻ്റെയും ഇടയിൽ ഒന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ട്രേഡ് നടത്താനായിട്ട് അവർക്കൊരു ഈസിഗോ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു ഇൻ്റർമീഡിയറ്റ്സ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ത്യൻസിൻ്റെ പ്രോഗ്രസ്സിനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഉദ്ദേശവും മാക്യുലെ കൊണ്ടുവന്നത്. The goals of English education. The British introduced English education to disseminate Western knowledge, science, literature, law and governance. They believed this would modernize India and create a more efficient administrative system.
The Wood's Dispatch of 1854 further solidified English education, leading to the establishment of universities in Bombay, Madras, and Calcutta. English became the language of higher education, and Indians who spoke English gained access to administrative jobs. അങ്ങനെ എന്തായി ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അവരുടെ ടെക്നോളജി, അതുപോലെ സയൻസ് എല്ലാം തന്നെ, സയൻസ്, ലിറ്ററേച്ചർ, ലോ എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻസിനെ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനിടയിലുണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് യൂറോപ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ബോംബെ, കൽക്കട്ട, മദ്രാസ് ഇവിടെയൊക്കെയാണ് അവർ മെയിനായിട്ട് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആരാണോ പഠിച്ചത് എന്ന് വെച്ചാൽ ഇന്ത്യൻസ് ആരാണോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിക്കാൻ യോഗ്യത നേടിയത് അവർക്ക് മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് ബ്രിട്ടീഷേഴ്സ് കൊടുത്തിരുന്നു. The impact of English education. The introduction of English education created a new Indian middle class, often referred to as the Babu class. This class uses English to engage with Western ideas of liberty and rights, which ironically became a platform for critiquing British colonial rule. Many Indian leaders such as Mahatma Gandhi and Jawaharlal Nehru used English to mobilize the nationalist movement. English also became a language for social reform, journalism, and creative expression, deeply embedding itself in Indian society and culture. അങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വന്നു, പ്രാബല്യത്തിലായി. ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുമായിരുന്നു ഈ ഇന്ത്യൻസിനെ സെലക്ട് ചെയ്തിരുന്നത് ഈ ഒരു യോഗ്യതയ്ക്ക് വേണ്ടിയിട്ട്. ഇവർ ജസ്റ്റ് ബാബു ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഇനി ഇവർക്കാണ് കുറേ അധികം റൈറ്റ്സുകളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കുക, ഇന്ത്യൻസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിരുന്നു. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ലീഡേഴ്സാണ്. അത് നമ്മുടെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവരാണ്. അങ്ങനെ ഇരിക്കെ ഇംഗ്ലീഷ് ബ്രിട്ടീഷേഴ്സിന് ഒരു എന്താ പറയുക, അവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുക, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു അവരിതൊക്കെ ചെയ്തിരുന്നെങ്കിലും നേരെ ഓപ്പോസിറ്റും സംഭവിച്ചു. എന്നുവെച്ചാൽ സോഷ്യൽ റിഫോമിന്, അതുപോലെ ജേർണലിസം, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഇതൊക്കെ തന്നെ ഇന്ത്യൻസ് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചതിൽ കൂടെ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടായി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം കഴിവിനാൽ നമ്മൾ ജേർണലിസം എഴുതാൻ തുടങ്ങി. ഏത് ലാംഗ്വേജിൽ? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. പക്ഷേ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇതല്ല, കൾച്ചറല്ല എഴുതിയത്, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ കൺട്രിയെ കുറിച്ചിട്ട് ഒന്നുമല്ല എഴുതിയത്, ഇന്ത്യയെ കുറിച്ചിട്ടാണ്. അതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. A tool of empire, a catalyst for change. The British introduced English as a pragmatic tool for empire building, but it unexpectedly became a catalyst for India's modernization and nationalist awakening. English education exposed Indians to Western ideas, shaping a new intelligentsia that played a crucial role in India's struggle for independence. Today, English remains a widely spoken language in India, connecting the country to the global community and shaping its cultural identity. In simple terms, the introduction of English in India was a complex event with far-reaching consequences. It created new opportunities for education and social mobility, but also became a tool for critiquing colonial rule and shaping India's nationalist movement. English has left a lasting impact on Indian society, culture, and politics, making it an integral part of India's linguistic landscape. അങ്ങനെ അറ്റ് ദി എൻഡ് ഇംഗ്ലീഷ് തന്നെയാണ്, ഇംഗ്ലീഷിലുള്ള റൈറ്റിങ്സും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് നേടാനായിട്ട് സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കാരണം കൊണ്ടല്ല, നമ്മുടെ ലീഡേഴ്സിൻ്റെ അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാരണം കൊണ്ടാണ്. ഇനി ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒട്ടും കുറവല്ല. എല്ലാവരും ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, വി ക്യാൻ മേക്ക് അവർ ഓൺ സെൻറ്റൻസസ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇല്ലാതെ ഇന്ന്
ആരും തന്നെ മീൻസ് ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് എല്ലാവരും എന്താണ് ഇംഗ്ലീഷിനാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ ഫാമിലീസിൽ. ഇനി എസ്പെഷ്യലി പിന്നെ ആരും തന്നെ ഇന്ത്യയിൽ നിൽക്കാനായിട്ട് ഇപ്പോൾ ജോലി സാധ്യതയായാലും എല്ലാവരും എന്താണ് ഇംഗ്ലീഷ് ലേൺ ചെയ്യണം എന്നുവെച്ചാൽ പുറത്തേക്ക് പോകണം, പുറത്തെ കൺട്രീസിന് പോകണം. ഇതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അത്രയും പ്രസക്തിയുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഏത് വീഡിയോ ആണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുക എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് മീ ബിലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്കും ഷെയറൊക്കെ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്, ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.